ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇത്തവണ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് വാങ്ങുന്ന ഐറ്റംസ് എവിടെ നിന്നാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് ഒരുപാട് കടകളുണ്ട്, പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആയ 2 ഷോപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു വ്ളോഗ് ഇറക്കുന്നതിന് മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിരുന്നു കുക്കിംഗ് വേണോ ഷോപ്പിംഗ് വേണോ. വോട്ട് ചെയ്തു. നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വ്ളോഗ് ഇറക്കാൻ കാരണമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇൻ കേസ് ഞങ്ങൾ ഇതുവരെയും ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ മറക്കാതെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എന്നെയും നമ്മയും ഫോളോ ചെയ്യുക. കാരണം ഞങ്ങൾ വളരെ ആക്റ്റീവാണ്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനലിലോ. അതുപോലെ തന്നെ ഞങ്ങളെ ഫോളോ ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടണിൽ അമർത്തുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ. അപ്പോൾ മുജി അതുപോലെ ഐക്കിയയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവർ ഷോപ്പ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഓഫീസിൻ്റെ അടുത്തുണ്ടായതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ചെറിയ ഭാഗം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങളെ മറക്കാതെ ഫോളോ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓഫീസിൻ്റെ അടുത്തായിരുന്നു. അടച്ചുപോയി. അപ്പോൾ അതിന് മുമ്പ് നല്ലൊരു സെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു പർച്ചേസിങ് നടത്തി. ഡ്രൈ ഫ്ലവേഴ്സാണ് ഞാൻ വാങ്ങിച്ചത്. ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സംഭവമാണ്, ഒരു 1.5 വർഷമായിട്ട്. അപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്ത ഫ്ലവേഴ്സാണ്, ഞാൻ കമ്പോസ് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് ഒരു ഡെക്കറേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പം തന്നെയാണ്. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു വ്ളോഗിലൂടെ കാണിക്കാൻ പോകുന്നതും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങളെന്നൊക്കെയാണ്. എൻ്റെ ഫേവറേറ്റായ ഒരു വീട്ടിലോട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ളൊരു ഐറ്റംസ് വാങ്ങണമെങ്കിൽ ഞാൻ പോകുന്ന ഷോപ്പ് ഇത് തന്നെയാണ്. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരെണ്ണമാണ്, പക്ഷേ ഇത് പല സ്ഥലത്തും പാരീസിലുണ്ട്. അപ്പോൾ ഞങ്ങൾ അന്ന് ചെയ്തൊരു ഷോപ്പിംഗ് ചാലഞ്ചിൽ അത് ഈ ഒരു മോളിലാണ്, ഷത്ലിയാൽ എന്ന് പറയുന്ന ഒരു മോളിലാണ് ചെയ്തത്. അപ്പോൾ ഇവിടെയുണ്ട് ഈ ഒരു ഷോപ്പ്. ഇവിടെ സത്യത്തിൽ വലുതല്ല, പക്ഷേ ഇതിനേക്കാളും വലുത് പാരീസിൽ വേറൊരു സ്ഥലത്തുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കടയുടെ പേരാണ് മുജി എന്ന് പറഞ്ഞാൽ നോ ബ്രാൻഡ് ഗുഡ് ക്വാളിറ്റി, അങ്ങനെ എന്തോ ആണ്. ഇതൊരു ജപ്പാനീസ് ബ്രാൻഡാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ മെയിൻ എന്നെ അട്രാക്റ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ ക്വാളിറ്റി മാത്രമല്ല, അവരുടെ ആ ഒരു ഫിനിഷിങ്. പക്ഷെ അതിലുപരി ഇത്രയും ഐറ്റംസ് ഉണ്ടല്ലോ, എല്ലാം റീസൈക്കിൾ ചെയ്ത ഒരു ഐറ്റംസാണ്. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അതായത് ഈ ഒരു ഫിനിഷിങ് കാണുമ്പോൾ ഒരിക്കലുമല്ല, കാരണം അവർക്ക് വേസ്റ്റിങ് വളരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ജപ്പാനീസിന്. അതുപോലെ തന്നെ എല്ലാം വളരെ ക്യൂട്ട് ആൻഡ് ചെറുതായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് അവർക്കിഷ്ടം. അപ്പോൾ അതാണ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ നിന്ന് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ഇതൊരു വലിയ ബ്രാൻഡഡ് ഷോപ്പ് അല്ലെങ്കിൽ പോലും ക്വാളിറ്റി ഞാൻ പറഞ്ഞല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊരു ചെറിയ സാധനം തൊട്ട് വലുത് വരെയും. ചെറുതെന്ന് പറയുമ്പോൾ ആ ഒരു ചെറുതിന് 2 യൂറോക്ക് താഴെ പ്രൈസ് ഉണ്ടാവുള്ളൂ. എന്നാൽ വലുതെന്ന് പറയുമ്പോൾ ഫർണിച്ചർ വന്നിട്ട് അതിന് നല്ല എക്സ്പെൻസീവ് തന്നെയാണ്, കാരണം അത്രയും ക്വാളിറ്റിയും അതിനുണ്ട്. ഇവിടെ ഫർണിച്ചർ അല്ലാതെ ഡ്രസ്സ് വരെയുണ്ട്. ഡ്രസ്സെന്ന് പറയുമ്പോൾ ക്യാഷ്വലാണ്, ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. കുട്ടികളുടെ ഡ്രസ്സും അതുപോലെ തന്നെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ഡ്രസ്സ് വരെയും ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ പൊതുവേ എൻ്റെ ട്രാവൽ കിറ്റ്സും അതുപോലെ തന്നെ കിച്ചണിലോട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഫർണിച്ചർ വാങ്ങണമെന്നുണ്ട്, കാരണം അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് ചിന്തിച്ചു ഇതെന്തായാലും ഒന്ന് വാങ്ങിച്ചാലോ എന്നുള്ളത്.
പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എക്സ്പെൻസീവാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഐറ്റംസൊക്കെ ഇവിടെ പിന്നീട് കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാം എനിക്ക് കാണിക്കാൻ പറ്റില്ല, എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ കുറച്ച് ഐറ്റംസ് കാണിക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഒരു ഷോപ്പ് ദുബായിലുണ്ട്. ഗൾഫ് കൺട്രീസിൽ ആ ഒരു സ്ഥലത്താണെന്ന് തോന്നുന്നു മെയിനായിട്ടുള്ളത്. പിന്നെ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതുപോലെ തന്നെ യൂറോപ്പിൽ പല സ്ഥലവും പിന്നെ US ആണെങ്കിലും ഉണ്ട് ഒരുപാട്. അപ്പോൾ നിങ്ങളെന്തായാലും ദുബായിൽ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന്. ഞാനിവിടെ വാങ്ങിച്ച ഐറ്റംസൊക്കെ കാണിച്ചുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മിക്കപ്പോഴും എൻ്റെ ട്രാവൽ ഐറ്റംസൊക്കെ, അതായത് കിറ്റ്സൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് അത്. ഈ ഒരു ഷോപ്പിലാണ് എനിക്ക് മെയിനായിട്ട് കിട്ടിയത് ഇത്തരം ബോക്സുകൾ. കാരണം എനിക്ക് ആക്സസറീസ് എന്ന് പറയുന്ന ഒരു ക്രേസാണ്. അതിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ എനിക്കുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബോക്സ് കിട്ടിയത് എനിക്ക് ഈ ഒരു കടയിൽ നിന്നാണ്. അപ്പോൾ അത് ഒരേ കളറിനനുസരിച്ച് ഞാൻ അറേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അത് കമ്മലിനൊന്ന്, മാലയ്ക്ക് വേറെ ഒന്ന്, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ വെക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ട്രേയും ഞാൻ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ 1-2 ട്രേ ഒക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ബാത്റൂമിൽ വയ്ക്കാൻ പറ്റിയൊരു ട്രേ ആണ്. അതായത് പെർഫ്യൂംസും അല്ലെങ്കിൽ ക്രീമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും, ഒറ്റയടിക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രേ ആണിത്. പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് ഈ ഒരു സംഭവമാണ്. ഇതെന്താണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ മരുന്ന് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു 6-7, അതായത് 7 ദിവസത്തിനുള്ളൊരു സംഭവമായിട്ടാണ്. അപ്പോൾ 7 കുട്ടി ബോക്സുകളാണ് ഇങ്ങനെ വാങ്ങിക്കാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ഞാൻ മരുന്നിനല്ല യൂസ് ചെയ്യുന്നത്, എൻ്റെ മാലകൾ. നമുക്കറിയാം എല്ലാ മാലകളും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്. അപ്പോൾ ഞാനിതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരേ കുട്ടി ബോക്സിലും ഇപ്പോൾ എനിക്ക് എത്ര മാലകളാണ് വേണ്ട അതിനനുസരിച്ചുള്ള മാലകൾ ഞാൻ അതിൽ വയ്ക്കും. അപ്പോൾ ഇപ്പോൾ ഒരു 4 എണ്ണം വേണമെങ്കിൽ എനിക്ക് ഇത് 4 എണ്ണം മാത്രമായിട്ട് എടുക്കാം. അതായത് ഇത്രയും ഞാനിങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല, അതിൽ നിന്ന് നമുക്ക് മാറ്റാം. ഇങ്ങനെ ഞാൻ കാണിക്കുന്നുണ്ട് എങ്ങനെയാണത് മാറ്റുന്നത്. അപ്പോൾ നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നൊരു ഓപ്ഷനാണ്. ഇത് ഞാൻ മുജിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതെനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. ഈ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ മാലകളൊക്കെ വെച്ചിട്ട് നമ്മുടെ ബാഗിൽ, ഹാൻഡ് ബാഗിൽ തന്നെ വെക്കാം. പിന്നെ വേറെ ഒരു സ്ഥലത്തോട്ടും വെക്കണ്ട. അപ്പോൾ വളരെ സേഫാണ്. അത് നമ്മളുടെ ഗോൾഡൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി നല്ലതല്ലേ. ഇനി കാണിക്കാൻ പോകുന്ന ഷോപ്പിനെ കുറിച്ചൊരു വലിയൊരു ഇൻട്രോ തരേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. കാരണം IKEA അറിയാത്തൊരു കുഞ്ഞു പോലും ഈ ലോകത്തുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് പാരീസിലെ IKEAയിലോട്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ IKEA എന്ന് പറയുന്ന സംഭവം പാരീസിൻ്റെ ചുറ്റുമുള്ള 3-4 സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3-4 ഉള്ളൂ. പക്ഷേ പാരീസിൽ ഈ കഴിഞ്ഞ മെയിൽ ഒരെണ്ണം ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞങ്ങൾ IKEAയുടെ ഫാൻസായ ഞാനും ഉമ്മയും പോയില്ലെങ്കിൽ മോശമല്ലേ. പ്രത്യേകിച്ച് ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് സമയം കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പോയി എന്താണ് അവിടെ എന്നറിയാൻ വേണ്ടിയിട്ട്. പോരാത്തതിന് പേരൻസിൻ്റെ വീട്ടിൽ കുറേ പ്രോജക്റ്റൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കിച്ചൺ സെറ്റ് ചെയ്യാന്നുള്ളൊരു പരിപാടി ഉണ്ട്. അപ്പോൾ IKEA കിച്ചൺ വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പാരീസിൽ IKEA ഒന്ന് കണ്ടു നോക്കാം, എന്താണ് അവിടുത്തെ ന്യൂസ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പാരീസിലാണ് അല്ലെങ്കിൽ പാരീസിൽ വരുന്നുണ്ട്, IKEAയിൽ പോകണമെങ്കിൽ മെട്രോ തന്നെ ജസ്റ്റ് മുന്നിലാണ്. അതായത് മെട്രോ കയറിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് IKEA ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജസ്റ്റ് റൈറ്റ് സൈഡ് തന്നെയാണ് IKEA ഉള്ളത്. പാർക്കിംഗ് ഇല്ല, എൻ്റെ അറിവിൽ പാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് ഞാൻ പോയിട്ടൊരു വേറൊരു റോഡിൽ പോയിട്ടാണ് എനിക്ക് പാർക്കിംഗ് ചെയ്യേണ്ടി വന്നത്.
അപ്പോൾ ഈ ഒരു ഐക്യ എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടത് എങ്ങനെയാണ് കേട്ടോ, പാരീസ്, അതായത് പാരീസ് മറ്റ് സിറ്റീസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ഐക്യ ആണെന്നാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എന്നെ മാത്രമല്ല ഉമ്മാനെ കൺഫ്യൂഷനാക്കി. കാരണം ഐക്യ എന്ന് പറയുന്നത് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റോറാണ്. ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്റ്റോർ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എല്ലാം വളരെ ഭംഗിയായിട്ട് അവിടെ ഉണ്ട്, ഇന്ന സൈഡിലുണ്ടെന്നൊക്കെ. പക്ഷേ ഈ ഒരു ഐക്യ എന്ന് പറയുന്നത് പാരീസിലായതുകൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ എന്ത് വന്നാലും മറ്റുള്ള ഐക്യനേക്കാളും വലുതാണെന്ന് പറഞ്ഞാൽ അല്ല, അത്രയും വലുതല്ല. ഒരു പക്ഷേ എൻ്റെ വീടിൻ്റെ ഐക്യ ഇതിനേക്കാളും 10 ഇരട്ടി വലുതാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ആകെ ഒരു പ്രശ്നമായത്, കൺഫ്യൂഷനായെന്ന് വെച്ചാൽ എവിടെയാണ് എന്ത് എന്നുള്ളത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ത് വന്നാലും നിങ്ങൾക്ക് ഐക്യ വേണം, അതായത് പാരീസിൽ പോകുമ്പോൾ ഒരു ഐക്യ വേണമെങ്കിൽ ഈ ഒരു ഐക്യ നല്ലത് തന്നെയാണ്. കാരണം പെട്ടെന്ന് പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുള്ളത് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എക്സിബിഷൻ എന്ന് പറയുന്നത് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. സിറ്റിംഗ് റൂം അതുപോലെ ബെഡ്റൂം ഒക്കെയാണ് കൂടുതലും വരെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാക്കി കിച്ചൺ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്കിവിടെ വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. ഈ ഒരു ഐക്യയിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് സംഭവങ്ങളൊന്നും വാങ്ങിച്ചില്ല. പക്ഷേ ഇവരുടെ ഫുഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൗണ്ടറിൽ പോയിട്ട് വെയിറ്റിംഗ് ഒന്നും ചെയ്യേണ്ട. നമ്മൾ പൊതുവേ അങ്ങനെയാണല്ലോ ഐക്യയിൽ, എല്ലാം ഒരേ കൗണ്ടറിനനുസരിച്ച് നമ്മൾ പോയി നിന്ന് അവിടെ ക്യൂ നിന്ന് ഫുഡ് വാങ്ങിയ. ഇവിടെ അങ്ങനെയല്ല, കുറച്ചും കൂടി ടെക്നോളജി വഴിയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഓർഡർ ചെയ്യുന്നു, ഒരു കൂപ്പൺ കിട്ടുന്നു, ആ ഒരു കൂപ്പൺ അനുസരിച്ച് അവർ ഫുഡ് റെഡിയാക്കി ആ ഒരു നമ്പറിനനുസരിച്ച് നമ്മളെ വിളിച്ച് ഫുഡ് തരാണ്. അപ്പോൾ എനിക്ക് ഇവിടെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഹെൽത്തി ഫുഡായിരുന്നു. ഞങ്ങൾ ഫിഷാണ് കേട്ടോ എടുത്തത്. അപ്പം ഇങ്ങനെ ഫിഷ് ബോൾസാണ് എടുത്തത്. അതിൻ്റെ കൂടെ ഭയങ്കര ഹെൽത്തി ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഐസ്ക്രീമും അതുപോലെ തന്നെ ചീസ് കേക്കും വാങ്ങി. ചീസ് കേക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു, ഒരു രക്ഷയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിറ്റേ ദിവസത്തേക്കുള്ളതും ഓർഡർ ചെയ്തു. എന്ത് വന്നാലും ഐക്യയിൽ നിന്ന് വാങ്ങിച്ച ഐറ്റംസൊക്കെ ഞാനിവിടെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. കാരണം അതൊക്കെ ഞാൻ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതുകൊണ്ട് ഞാൻ പിന്നെ എക്സ്ട്രാ ഇവിടെ ഇടുന്നില്ല. അപ്പോൾ കണ്ടില്ലേ, പിറ്റേ ദിവസം നല്ല മച്ചുബൂസും അതുപോലെ തന്നെ ചീസ് കേക്കൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഫുഡ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഐക്യയിൽ പോകുമ്പോൾ അവരുടെ ചീസ് കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ അമർത്തുക. അപ്പോൾ ഞങ്ങളെ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സീ യു സൂൺ, ടേക്ക് കെയർ, ബൈ. ഞാൻ വേഗം തന്നെ എൻ്റെ ഫേസ് കാണിച്ചുള്ള ഒരു വ്ളോഗ് ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ബൈ.